സർ, ആമിർ ഖാൻ മഹാഭാരതം വായിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുകയാണ്, മഹാഭാരതം ഇന്ത്യക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്, അപ്പോൾ അതിൽ അഭിമാനിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൈകി വന്ന ബോധോദയം എന്നൊക്കെ പറയാൻ പറ്റുമോ ശരിക്കും? സിനിമാക്കാരായതുകൊണ്ട് ആ പ്രസ്താവന കൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം അവർ മുന്നിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന ഒരു സിനിമാക്കാരനും ഇറക്കില്ല. സാധാരണ ഖാൻമാരൊക്കെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ, ഒരു സാമാന്യത്തിൽ അവർക്ക് ഒരു ഭാരതീയം എന്ന് പറയുന്നതിനോട് അങ്ങനെ വലിയ താല്പര്യമുള്ളവരല്ല. വിരുദ്ധരല്ലെങ്കിലും താല്പര്യം കുറഞ്ഞവരാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിലെ ഒരു പ്രത്യേകത, ഇന്ത്യയിൽ സിനിമയെന്നല്ല, ഇന്ത്യയിലെ എല്ലാ കലാരൂപങ്ങളും ആശ്രയിച്ച് നിൽക്കുന്നത് രാമായണത്തെയും മഹാഭാരതത്തെയുമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇംഗ്ലീഷ് ഫിലിംസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ സംഘഗാനവുമില്ല, സംഘനൃത്തവുമില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് മറ്റേ അവിടെ ഇല്ല ഇവിടെയും വേണ്ട എന്ന് പലരും പറയുന്നത്. പക്ഷെ ഇവിടെ അത് വേണം. എന്താ കാര്യം എന്നറിയാമോ? ഇത് വൃന്ദാവനത്തിലെ നൃത്തരംഗമാണ് ഇങ്ങോട്ട് വരുന്നത്. വൃന്ദാവനത്തിലാണ് ഏറ്റവും വലിയ സംഘനൃത്തം വന്നേക്കണത്. ആ വൃന്ദാവനത്തിലെ സംഘനൃത്തമാണ് സിനിമകളിൽ പല രൂപത്തിൽ പല ഭാഷയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞതാണ്. ഇനി ഇന്ത്യൻ സംഗീതം എടുത്തു നോക്ക്, ചിത്രകല എടുത്തു നോക്ക്, ശില്പകല എടുത്തു നോക്ക്. അതെല്ലാം തന്നെ മഹാഭാരതത്തെയും ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഉപജീവിച്ചുകൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. എല്ലാ സംഗീതവും അതിലാണ് വന്നിരിക്കുന്നത്, എല്ലാ നൃത്തവും അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, എല്ലാ സിനിമയും ഇതിൻ്റെ ഇതിവൃത്തമാണ് എടുത്തിട്ട് ചെയ്യുന്നത്. ഇപ്പം ഇയാളുടെ ഒരു സിനിമ, നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു സിനിമ വലിയ ഹിറ്റായതാണ്. കഥ പറയുമ്പോൾ കുചേലവൃത്തമാണ് കഥ. കാരണം തന്നോടൊപ്പം പഠിച്ചിട്ട് ഒരു സഹപാഠി അതിദരിദ്രനായിത്തീരുന്നു, മറ്റൊരുവൻ അതിസമ്പന്നനായി കഴിയുന്നു. അപ്പോൾ ഇത് അതുപോലെ തന്നെ അതേ ഡിറ്റോ എടുത്തേക്കാണ്. കാരണം അശോക് രാജും ഈ ബാർബറാം ബാലനും ഒരുമിച്ച് പഠിച്ചവരാണ്. അശോക് രാജിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ച് അശോക് രാജ് സൂപ്പർ ഹീറോ ആയിട്ട് ഫിലിം ലോകം മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിനുശേഷം പിന്നെ ഇയാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മദ്രാസിൽ പോയതിന് ശേഷം ഇയാളാണെങ്കിൽ ഒരു പ്രണയവും പെട്ട് അതിനകത്തൊരു പെണ്ണിനെയും കെട്ടി കുറേ പിള്ളേരും ഒക്കെ ആയിട്ട് കുചേലൻ്റെ അതേ രീതിയിൽ ഒരു സ്ഥലത്ത് ഈ ഒരു ബാർബറായിട്ട് അരിഷ്ടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ അറിയാം ഇങ്ങനെ ഇയാൾ വലിയ ആളാണല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ പറയുന്നുണ്ട് പോയി കാണാനായിട്ട്. ഇത് തന്നെയാണ് കുചേല സദ്ഗതിയിലും. നിങ്ങൾ പോയി കാണുക, നാളെ എന്നായിട്ട് ഭഗവാനെ കാണാൻ ഇത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്ന് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കാണുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. എന്താ സംഭവം? ഈ അശോക് രാജിനെ കണ്ടിട്ട് ഇയാൾ ഒന്നും ചോദിച്ചില്ല. ആകെ പറയുന്ന കാര്യം, എനിക്ക് നിന്നെ കണ്ടെത്താൻ പ്രയാസമായിരുന്നു ബാല, പക്ഷേ നിനക്ക് എന്നെ കണ്ടെത്താൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾ പറയുന്നത്, ഞാനങ്ങനെ മാറും എന്ന് നീ കരുതിയല്ലേ എന്ന് ചോദിക്കുന്ന, അങ്ങനെ വളരെ വൈകാരികമായ ഒരു രംഗമൊക്കെ സൃഷ്ടിച്ച് ആ ഭാഗം കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവരും കരഞ്ഞിട്ടുണ്ട്. കുചേല സദ്ഗതി വായിക്കുമ്പോൾ എല്ലാവരും കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മഹാഭാരതത്തിലെ കഥ എടുത്തിട്ടാണ് ഇപ്പോഴും നമ്മൾ ഈ സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കുന്നത്. അത് ശ്രീനിവാസനായാലും മറ്റാരായിരുന്നാലും. പിന്നെ കർണൻ്റെ കഥ ഏതെല്ലാം രൂപത്തിൽ വന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന മകൻ തിരിച്ചു വരുന്നത്. ഹിന്ദി സിനിമകളിലെ മിക്കവാറും പ്രമേയം കുറേ കാലം അതായിരുന്നില്ലേ? അപ്പോൾ മഹാഭാരതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. മഹാഭാരതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സംഗീതത്തെക്കുറിച്ച്, നാടകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അത് ഇനി ഈ മീഡിയം, നമ്മുടെ ഓരോ മീഡിയവും ജനകീയമാകുന്നത് എങ്ങനെയാണ്? മഹാഭാരതവും രാമായണവും വരുമ്പോഴാണ്. രാമായണം വന്നപ്പോഴാണ് TV, ദൂരദർശൻ ഏറ്റവും കൂടുതൽ ജനകീയമായത്. എനിക്ക് തോന്നുന്നു ആളുകൾ ഏറ്റവും കൂടുതൽ TV കണ്ടിരുന്നത് ആ ഒരു സംഭവത്തിൽ മാത്രം ഇരിക്കുമെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ ആരും അത്രയും പേര് ഒരുമിച്ചിരുന്ന് സിനിമ TV കണ്ട ചരിത്രമില്ല. അത് തന്നെയാണ് മഹാഭാരതവും. അപ്പോൾ അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിലും ഭാരതീയൻ്റെ മനസ്സിലും
രൂഢമൂലമായി കിടക്കുന്ന ഇതിവൃത്തമാണ്. അത് പലരും പലതരത്തിലെടുത്തിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. PK പോലെ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഒരു സിനിമ എടുത്തിട്ടുള്ള ആളാണ് ആമിർ ഖാൻ. ഈ ഖാൻമാർ പലപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഷാറുഖ് ഖാൻ ഈ കഴിഞ്ഞിടക്കാണ് ബംഗ്ലാദേശി കളിക്കാരന് വേണ്ടി പണം മുടക്കിയത്. അത് വലിയ പ്രശ്നമായി പിന്നീട് അത് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് ഈ പറയുന്ന മഹാഭാരതം അല്ലെങ്കിൽ രാമായണം, വീണ്ടും ബോളിവുഡിൽ നിന്ന് ഒരു രാമായണം കൂടി വരികയാണ്. രൺബീർ കപൂറും നമ്മുടെ മലർമിസായിട്ട് സായി പല്ലവിയും കൂടെ അഭിനയിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പതനത്തിൽ നിന്ന് ഇപ്പോഴും കരകയറ്റാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള സിനിമകളാണെന്ന് ഇത് വന്നാല് ആളുകളുടെ മനസ്സിലേക്കും ആളുകളുടെ ജീവിതത്തിലേക്കും സിനിമയും ഇറങ്ങിച്ചെല്ലും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ദീപിക പദ്കോൺ എന്താണ് ആ സീതയായിട്ട് അഭിനയിച്ച പെൺകുട്ടി, അവർ പിന്നീട് 2 പ്രാവശ്യം MP ആയി, ഗുജറാത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച്. കാരണം സീത എന്ന നിലക്ക് അവർ അത്രയും പോപ്പുലറായി. മഹാഭാരതവും രാമായണവും തന്നെയാണ് ഭാരതീയൻ്റെ കലാ സാംസ്കാരിക രംഗത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ എടുക്കാൻ ഇയാൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതെ, മഹാഭാരതം സിനിമയാക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആമിർ ഖാൻ പറയുന്നത്. അപ്പോൾ അത് പറയുന്ന സമയത്ത് അത് പറഞ്ഞാലേ, ഞാൻ പറഞ്ഞില്ലേ, അതെടുത്താലേ കാശ് കിട്ടുള്ളൂ. അപ്പോൾ അത് മഹാഭാരതം രക്തത്തിൽ അലിഞ്ഞത് കണ്ട് സഹിക്കുക വയ്യാതെ എടുക്കുന്നതല്ല. അയാൾക്ക് അയാളുടെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനും പണം ഉണ്ടാക്കാനും അത് വേണം എന്നുള്ളതാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ ഈ അധോലോകമാണ് ബോളിവുഡ് ഇൻഡസ്ട്രിയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീര്യമുണർത്തുന്ന തരത്തിലുള്ള നമ്മുടെ സൈന്യത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ വീര്യമുണർത്തുന്ന അതൊക്കെ എടുത്ത് കാണിക്കുന്ന സിനിമകൾ വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഹിറ്റാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമകളൊക്കെ വിശേഷം, അതെ, കന്നഡയുണ്ട്. അതെ. അപ്പോൾ ഇപ്പോഴുള്ള ഈ സിനിമകൾ ഇവരുദ്ദേശിക്കുന്ന ഖാൻമാരൊക്കെ എടുത്തുകൊണ്ടിരുന്ന തരത്തിലുള്ള സിനിമകൾക്കൊന്നും ഇപ്പോൾ വിലയില്ലാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക്. അല്ല, അതൊന്നും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നില്ല. അതാണ് കാരണം. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് ഈ പറഞ്ഞ ഈ ബോളിവുഡ്, എന്താണ് അയാളുടെ പേര്, ഹാജി മസ്താൻ എന്നായിരുന്നു അന്നത്തെ. ഞങ്ങൾ സിനിമ കണ്ടിരുന്ന കാലത്ത് സിനിമയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ പേര് ഹാജി മസ്താൻ എന്നാണ്. ഹാജി മസ്താൻ ഒരു അധോലോകം ഇതായിരുന്നു. അത് കഴിഞ്ഞ് ദാവൂദ് ഇബ്രാഹിം വന്നു. അവരുമൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. അവരൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെയൊക്കെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള സിനിമകൾ വന്ന് അതിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ടാണ് ഇവിടെ പൃഥ്വിരാജ് സിനിമകളുണ്ടാക്കി ഇസ്ലാം ടെററിസത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത്തരം സിനിമകൾക്ക് ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ അതിൽ നിന്ന് മാറുന്നത്. അല്ലാതെ അമീർ ഖാൻ അല്ലേ? അതെ, ആമിർ ഖാൻ. അല്ല, ആമിർ ഖാന് വളരെ പെട്ടെന്നിരുന്ന സമയത്ത് മഹാഭാരതം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടില്ല. അതിലെടുത്താലേ നിൽക്കുള്ളൂ. നിങ്ങൾ ഏത് സിനിമ വേണമെങ്കിലും എടുത്തു നോക്കി. ആ ഒരു രീതിയിലേക്ക് വരാൻ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയത് കൂടി അല്ല, ഞാൻ അതിനെ നേരെ തിരിച്ചാ പറയുന്നത്. രാഷ്ട്രീയ കാലാവസ്ഥ അല്ല മാറിയത്, ഭാരതീയരുടെ മനസ്സിൻ്റെ കാലാവസ്ഥ മാറിക്കഴിഞ്ഞപ്പോഴാണ് രാഷ്ട്രീയ കാലാവസ്ഥ മാറിയത്. അല്ല, നേരെ തിരിച്ചല്ല. അവരുടെ മനസ്സിൻ്റെ കാലാവസ്ഥയിൽ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ മാറി. സ്വാഭാവികമായിട്ടും സാംസ്കാരിക കാലാവസ്ഥ മാറും, സിനിമയുടെ കാലാവസ്ഥ മാറും. ഇതൊക്കെ എടുക്കേണ്ടി വരും. ഈ മഹാഭാരതത്തിൻ്റെ ഒരു റേറ്റിംഗ് എല്ലാം കണ്ടിട്ടായിരുന്നു പിന്നെ എന്താണ് ഈ യേശുദേവൻ്റെ കഥയെടുത്ത് പ്രേം സാഗർ എന്ന് പറഞ്ഞിട്ട്, പ്രേം സാഗർ എന്നാട്ടാണ് എൻ്റെ പേരെന്ന് തോന്നുന്നു. പക്ഷെ അത് ഏറ്റില്ല. ഇതങ്ങനെയല്ല. ഇതിൻ്റെ ഒരു വിഷ്വൽ ഇഫക്റ്റ് മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെ അപാരമല്ലേ? ഏത് സിനിമയ്ക്ക് പറ്റിയ വിഷ്വൽ ഇഫക്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ബാലകാണ്ഡം തന്നെ ഇതാണ്. കാരണം കൊട്ടാരത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാമിത്രൻ വരുന്നത് നേരെ കൊണ്ടുവരുന്നു. കാടിത് കണ്ടിയില്ലയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്നെ അയോധ്യാകാണ്ഡത്തിലേക്ക് എത്തിക്കുമ്പോഴേക്കും വിച്ഛിന്നാഭിഷേകം വരുന്നു, വീണ്ടും പോകുന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ആക്ഷൻ പാക്ഡ് അല്ലേ? ഇത്രയും ആക്ഷൻ പാക്ഡ്, ഇത്രയും വൈവിധ്യമുള്ള വേറെ ഏത് സാധനമുണ്ട്? മറ്റൊന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ യേശുദേവൻ്റെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ആക്ഷൻ പാക്ഡ് അല്ല.
യേശുദേവൻ്റെ മഹത്വം വളരെ അപാരമാണ്. പക്ഷേ അതിപ്പോൾ നമുക്ക് എടുക്കാവുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് വിഷ്വൽസ് ആക്കി. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇന്ത്യയുടെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വിവിധ കലാരൂപങ്ങൾ ഇതോടൊപ്പം വളർന്നു വന്നിട്ടുണ്ട്. നൃത്തം വന്ന്, സംഗീതം വന്ന്, നാടകം വന്ന്, ചിത്രകല വന്ന്, ശില്പകല വന്ന്, എന്തെല്ലാം വന്ന്. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സംസ്കാരമുണ്ട്. അതൊന്നും അവിടെ ഇല്ലല്ലോ. ആകെ പിന്നെ നവോത്ഥാന കാലത്താണ് യേശുദേവനെക്കുറിച്ച് കുറേ ചിത്രങ്ങൾ, ലാസ്റ്റ് സപ്പർ തുടങ്ങിയിട്ടുള്ള കുറേ ചിത്രങ്ങളൊക്കെ വന്നത്. പക്ഷെ അതൊന്നും ഇതുപോലെ വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ അമീർ ഖാൻ ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് മഹാഭാരതം ഇങ്ങനെ മനുഷ്യരുടെ മനസ്സിലൊന്നല്ല, അയാൾക്ക് സിനിമ എടുക്കണം. അപ്പോൾ ആ സിനിമ മനുഷ്യർ കാണണം. മനുഷ്യർ കണ്ടു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് ലാഭം കിട്ടും. അത് ലാഭം ഉദ്ദേശിച്ച് ചെയ്യുന്നൊരു പരി എന്നല്ലാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സിനിമ വന്നിട്ട് പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുമായി നല്ല ആശയങ്ങളും നല്ല വാർത്തകളും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ ലൈവിൻ്റെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും. അതിലും തൊട്ടുപുറത്ത് കാണുന്ന ബെൽ ഐക്കണിലും ഒന്ന് വിരലമർത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള കരുത്ത്.